വെൽക്കം ബാക്ക് ടു EMS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സാറേ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ദ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഏതെല്ലാം വരിക? ഫോർ എക്സാമ്പിൾ, ഒരു ഡയറി എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എവിടെ നിന്നാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കറക്റ്റ് അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ ആധികാരികമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടി പോകണം. എന്താന്ന് വെച്ചാൽ, നമ്മളിവിടെ പറയുന്ന ഈ ഒരു ഡയറിന്നോ അല്ലെങ്കിൽ ഈ ഒരു സ്പീച്ചിന്നോ ഈ ഒരു അപ്രീസിയേഷനോ ആയിരിക്കും നാളത്തെ നിങ്ങളുടെ പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ. ഇത് ആധികാരികമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്തോളൂ, മാത്രമല്ല ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്തോളൂ കേട്ടോ. എല്ലാവരും കാണട്ടെ അത്. അപ്പൊ ഞാൻ ചോദിക്കുന്ന നമ്മുടെ സാറ് ഇതാ പറയാൻ വേണ്ടി പോവാണ്. നോക്കൂ സാർ, ഏതൊക്കെയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്? ആദ്യം ഡയറിന്റെ ക്വസ്റ്റ്യൻ ഏതായിരിക്കും ഡയറി ചോദിക്കാൻ ചാൻസ്? യെസ്, ഡയറിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 4 സാധനം സാറ് പറയാം. അതായത് ഒന്നെങ്കിൽ വ്ളാഡിസോ സ്പിൽമെന്റെ ചാപ്റ്റർ നിങ്ങളോട് എന്ത് ചെയ്യും, ഡയറി ചോദിക്കും, ഇൻ ദ ആറ്റിക് എന്നുള്ള ഒരു ചാപ്റ്ററിന്. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ഹോഷ്കോം, സാലിം അലി, പെലായോ. 4 ചാൻസ് ഉണ്ട്. ഈ ഒരു 4 ഏതെങ്കിലും ഒരു ചാപ്റ്ററിനേക്ക് നിങ്ങളോട് എന്ത് ചെയ്യുക, ഡയറിന്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ചോദിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സെറ്റ് ആണല്ലോ. ഇതാണ് നമ്മുടെ ഡയറിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏറ്റവും എക്സ്പെക്ടഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മക്കളെ, അപ്പൊ ഇനി മറക്കണ്ട, നിങ്ങൾ ഡയറി ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ലൈവിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ അറിയോ, ഇതിന്റെ കോമൺ ഫോർമാറ്റ്. പക്ഷേ നമ്മൾ ഈ ചാപ്റ്റേഴ്സ് ആയിരിക്കും ചോദിക്കുക. ഇതിൽ ഏതാണ് ചോദിക്കുക എന്നുള്ളത് നമ്മൾ മോർണിംഗിലുള്ള ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മുടെ അപ്രിസിയേഷൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്രിസിയേഷന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്രിസിയേഷൻ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഒന്നെങ്കിലും മിറർ, അല്ലെങ്കിൽ വൈൽഡ് സ്വാൻസ് അറ്റ് കൂളി, അതും അല്ലെങ്കിൽ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ. ഈ 3 പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യുക, അപ്രിസിയേഷൻ ചോദിക്കുക. അപ്രിസിയേഷൻ അല്ലെങ്കിൽ ലൈൻ ബൈ ലൈൻ എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഇതുണ്ട്, അതെന്തായിരിക്കും ചോദിക്കുക. ഒന്നെങ്കിൽ ഈ 3 പോയിന്റിന് ഏതെങ്കിലും. നമ്മുടെ MS അതിൽ പ്രൊഡിക്ഷൻ നടത്തിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നോക്കിക്കോളൂ സാറേ. സാറേ, ഇതിലൊരു ക്വസ്റ്റ്യൻ, ഒരു സംഗതി ചോദിക്കട്ടെ. അപ്രീസിയേഷനിൽ നിങ്ങൾ മറ്റേ ലൈക്ക് നമ്മുടെ സീഡ്ലിംഗ് എന്ന് പറയുന്ന കവിതയ്ക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടോ? ഇനി ഞാൻ ആ സീഡ്ലിങ്ങിന്റെ കാര്യം നിങ്ങൾ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു സീഡ്ലിംഗ് ഉണ്ടോന്ന്. പിന്നീട് ഞാൻ തന്നെ മനസ്സിലാക്കി നിങ്ങൾ ആഡ് ചെയ്യാത്തതിന്റെ കാരണം, ഇൻ കേസ് എങ്ങാനും സീഡ്ലിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് സത്യത്തിൽ പഠിക്കേണ്ട പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. കാര്യം അത് അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കവിത ആയതുകൊണ്ട് തന്നെ അതിന്റെ ലൈൻ എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് നീട്ടി പരത്തി എഴുതിയാൽ അത് അതിന്റെ സമ്മറിയായി മാറുന്നുള്ളതുകൊണ്ട് പിന്നെ കൂടുതൽ ഡീറ്റെയിലിന്റെ ആവശ്യമില്ല അല്ലേ? തീർച്ചയായിട്ടും. സോ നെക്സ്റ്റ് നമ്മളൊരു സാധനം ക്യാരക്ടർ സ്കെച്ച്. യുണീക്ക് സാധനം അതാണ്. അത് ഒന്നെങ്കിൽ തെരേസ, അല്ലെങ്കിൽ ഓൾഡ് മാൻ, അതും അല്ലെങ്കിൽ ശകുന്തള അല്ലെ. നമ്മുടെ ദുഷ്യന്ത രാജാവിന്റെ ചാപ്റ്ററിലെ ശകുന്തളന്റെ ക്യാരക്ടേഴ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. തെരേസ, ഓൾഡ് മാൻ, ശകുന്തള. നോട്ട് ചെയ്ത് വെച്ചോ, ഇത് തന്നെയായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കേട്ടോ. ഓക്കെ, സോ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ റൈറ്റപ്പിന്റെ ക്വസ്റ്റ്യൻ. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ ഓൾഡ് മാന്റെ ചാപ്റ്റർ എന്ന് ചോദിക്കും, അതല്ലെങ്കിൽ പ്രിഫറൻസ് നാഷണൽ ചാപ്റ്റർ എന്നായിരിക്കും ചോദിക്കുന്നത്. അതുമല്ലെങ്കിൽ ബിലൗഡ് ബോയ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങളോട് എന്ത് ചെയ്യും, ആ റൈറ്റപ്പിന്റെ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പിടിച്ചോ, റിവ്യൂന്റെ ക്വസ്റ്റ്യൻ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ പക്ഷേ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. യെസ്, ഒന്നെങ്കിൽ വാർ എന്നുള്ള ചാപ്റ്റർ, അല്ലെങ്കിൽ നമ്മുടെ ഹോഷ്കോമിന്റെ പീസ് ഓഫ് സ്ട്രിങ്, അല്ലെങ്കിൽ നമ്മുടെ പ്രിഫറൻസ് നാഷണൽ, അതല്ലെങ്കിൽ തെരേസയുടെ നമ്മുടെ ബിലൗഡ് ബോയ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ത് ചെയ്യാം, നമുക്ക് ആ റിവ്യൂന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം എന്ത് ചെയ്യാം, സെറ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഇനി അടുത്തതായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ള നെഗറ്റീവ്. മാഷേ നിങ്ങൾ പറഞ്ഞോളൂ. നെഗറ്റീവ് ഒന്നുകിൽ വാർ, അല്ലെങ്കിൽ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്, അല്ലെങ്കിൽ പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്ന ആ നമ്മുടെ ഹോഷ്കോമിന്റെ ഒക്കെ ഒരു നരേഷൻ ഉണ്ടാവില്ലേടാ, അതെങ്ങനെയായിരിക്കും ഏറ്റവും ലാസ്റ്റ് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് നരേറ്റ് ചെയ്ത് കൊടുക്കുന്ന അവന്റെ ഇൻസിഡന്റ് എന്നുള്ളതായിരിക്കാനാണ് സാധ്യത. പിന്നെ ഒരു സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ അത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് പ്രിഫറൻസ് നാഷണൽ. ആ റേസിസവുമായി ബന്ധപ്പെട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ പ്രിഫറൻസ് നാഷണലിൽ. ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ ഇൻ ദ ആറ്റിക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വ്ളാഡിസോ സ്പിൽമെൻ ആ വാറിന്റെ ടൈമിൽ അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ച് സ്പീച്ച് ആയിരിക്കും. അതും അല്ലെങ്കിൽ ബ്രേക്കിംഗ് ബാരിയർ ശ്രീകാന്ത് പിള്ളയുടെ ചാപ്റ്ററിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സ്പീച്ച് ചോദിക്കാൻ എന്തുണ്ട്, ഒരു ചാൻസ് ഉണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞോണ്ട് അഡീഷണൽ ആയിട്ട്, ഇന്ന് ഇപ്പൊ നമുക്കറിയാൻ പറ്റും ഈ യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ വാറൊക്കെ നടക്കുന്ന സമയത്ത് എപ്പോഴും ഒരു കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ കണ്ടംപററി റിലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം എപ്പോഴും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നിലവിൽ വാർ എന്ന് പറയുന്ന ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ചോദിക്കും, എന്താണ് വാർ കൊണ്ട് ഫാമിലിക്ക് ഉണ്ടാകുന്ന നഷ്ടം എന്താണ്, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന ലോസസിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്പീച്ച് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് പേഴ്സണൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഷാഫി സാർ വക ഒരു സാധനമുണ്ട്. അപ്പൊ മക്കളെ, ഈ ഒരു സാധനമായിരിക്കും നിങ്ങളുടെ നാളത്തെ SLC പബ്ലിക് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു 99% ആയിട്ട് ഞങ്ങൾ രാവിലെ മോർണിംഗിൽ വരുന്നുണ്ട്. അപ്പൊ രാവിലെ മോർണിംഗിലുള്ള 5:30 ലൈവിലേക്ക് നിങ്ങൾ ഫ്രണ്ട്സിനെയും കൂട്ടി വായോ, നമുക്ക് അവിടെ വെച്ച് കാണാം.